ഹലോ, യെസ് സർ. 123 അല്ലേ? എന്താണ് സർ? 123 അല്ലേ? അതെ. ഞാനേ ഇതിനകത്ത് ഹലോ, പറഞ്ഞോളൂ സർ. ഞാൻ കൊറേ പൈസ ഇതിനകത്ത് കയറ്റിയായിരുന്നു. ശരി. ഇപ്പം നക്ഷത്രം 1, 2, 3 പിന്നിലെ 2 വരയില്ലേ? അതെ. അത് ഞെക്കുമ്പം മറ്റേ 2 രൂപ ഉണ്ട്. 2 രൂപ ബാലൻസ് കാണിക്കുന്നുണ്ടല്ലേ? പക്ഷെ അതിന്റെ മുമ്പിലൊരു വര. അതെന്താന്ന്? താങ്കളുടെ പേരെന്ന് പറയാമോ? അതെന്റെ. അതെ സർ. എന്റെ പേര് രാജൻ. ഓക്കെ മിസ്റ്റർ രാജൻ, താങ്കൾ വിളിക്കുന്ന മൊബൈൽ നമ്പർ ഞാൻ കൺഫേം ചെയ്തോട്ടെ. 9895237781. ഓക്കെ സർ. താങ്കൾ മുന്നിൽ വര വന്നിരിക്കുന്നത് നെഗറ്റീവ് ബാലൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. അയ്യോ, അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടായിരുന്നു അത് മാറ്റാൻ? എത്ര രൂപ ബാലൻസ് ആണ് സർ താങ്കൾ ആദ്യം ഉണ്ടായിരുന്നത്? 1 ഇയർ സിം അല്ലേ താങ്കൾ യൂസ് ചെയ്യുന്നത്? ഞാനേ അതെ. ഞാൻ സാറിന് നോക്കിയുടെ സിമ്മാ ഉപയോഗിക്കുന്നത്. അപ്പഴേ കൂട്ടുകാര് പിള്ളേര് ആളുകൾ പറഞ്ഞിട്ട് ഞാൻ 300 രൂപയ്ക്ക് ഇതിനകത്ത് കയറ്റി. മറ്റേ കാർഡില്ലേ ചുരണ്ടിക്കളയുന്നേ, അത് പൈസ കയറ്റിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് 2 രൂപ കാണിക്കുന്നത്, അത് വിളിക്കാൻ ഒക്കത്തില്ല. ഇല്ല സർ. അപ്പൊ ഞാൻ നെഗറ്റീവ് ബാലൻസ് ആണ് കാണിക്കുന്നത്. നെഗറ്റീവ് ബാലൻസിൽ കോളുകളൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ ചെയ്ത പൈസയോ അത് മൊത്തം പോയോ? എന്താണ് സർ താങ്കൾ റീചാർജ് ചെയ്തതെന്ന് പറയാമോ? റീചാർജ് 1-2 മാസമായി. ഓക്കെ സാർ, ഇപ്പൊ എമൗണ്ട് ഒന്നും എന്തായാലും ഇല്ല കേട്ടോ. അല്ല, ഇത് വേറെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലേ? ഓക്കെ സാർ, അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കോൾ ചെയ്ത കാരണം ബാലൻസ് കുറഞ്ഞിരിക്കുന്നു. പൈസ പോയോ അന്നേരം? അതിന്റെ മറ്റേ ചാർജ് ചെയ്ത 300 പോയോ? 300 രൂപ 3 മാസം മുമ്പല്ലേ താങ്കൾ ചാർജ് ചെയ്തത്? അല്ല, ഈ വര മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല? വര മാറ്റാൻ റീചാർജ് ചെയ്താൽ മതിയാവും. 121 രൂപയോ അതിന് മുകളിലോട്ടുള്ള റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. 121? അതെ. ഞാൻ 300 രൂപയ്ക്ക് ഞാനൊരു ചുമട്ടുതൊഴിലാളിക്കാരനാ. ആളുകൾ പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത്. ശരി. ഇപ്പൊ എന്റെ പൈസ ഞാനിതെന്തോ ചെയ്യണ്ടേ? ഓക്കെ സാർ, അത് താങ്കൾ യൂസ് ചെയ്ത കാരണമാണ് ബാലൻസ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇനി കോൾ ചെയ്യാൻ കഴിയുന്നത്. നെഗറ്റീവ് ബാലൻസ് കോൾ ചെയ്യാൻ കഴിയുന്നതല്ല. റീചാർജ് ചെയ്ത് പോസിറ്റീവ് ബാലൻസിലേക്ക് കൊണ്ടുവന്നോളൂ. മറ്റേ ടിവിയിലൊരു 99 രൂപയുടെ എങ്ങാണ്ടൊരു ഇതുണ്ടായിരുന്നല്ലോ, അതിന്റെ എങ്ങനെയാ അത്? ഓക്കെ സാർ, 99